പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥപിള്ളി, സർജൻ, ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ്. 14ലധികം പുസ്തകം ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട്. DC ബുക്സാണ് അവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷ്യ വസ്തുവിനെ പറ്റിയാണ്. അതായത് മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും നമുക്കിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഏതെല്ലാമാണ്, അവ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പോഷക വിദഗ്ധർ പറയുന്നത് നമുക്ക് ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവാണ് മത്സ്യങ്ങൾ എന്നാണ്. അതായത് മത്സ്യങ്ങളിൽ നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം omega-3 ഫാറ്റി ആസിഡ് എന്ന നല്ല കൊഴുപ്പാണ്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന മത്സ്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ എല്ലാ മത്സ്യങ്ങളിലും omega-3 ഫാറ്റി ആസിഡുണ്ട്. omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായ ഒരു നല്ല കൊഴുപ്പാണ്. പ്രധാനമായിട്ടും അത് നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രണത്തെയാണ് സഹായിക്കുന്നത്. നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ, അതൊരു ചീത്ത കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്. അത് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കുവാൻ ഈ omega-3 ഫാറ്റി ആസിഡിന് വളരെയധികം കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ നിലവാരം ഉയർത്തുവാനും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനും ഈ omega-3 ഫാറ്റി ആസിഡിന് കഴിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇത് വളരെയധികം ആവശ്യമാണ്. നമുക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷ്യസാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മത്സ്യങ്ങൾ. പിന്നെ മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, മറ്റു പോഷകങ്ങളുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വൈറ്റമിൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ തുടങ്ങിയവയാണ്. അതെല്ലാം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈറ്റമിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് നമ്മുടെ മത്സ്യങ്ങൾ. അപ്പോൾ വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കാഴ്ചശക്തിക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് വൈറ്റമിൻ ഡി ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ന് ഒരു ആഗോള ആരോഗ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. വൈറ്റമിൻ ഡി വളരെ കുറച്ച് ഭക്ഷണസാധനങ്ങളിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതിലേറ്റവും പ്രധാനമാണ് മത്സ്യങ്ങൾ. അപ്പോൾ മത്സ്യങ്ങൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് അത് മേക്കപ്പ് ചെയ്യുവാനും അല്ലാത്തവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കും. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് മറ്റു വളരെയധികം പ്രയോജനങ്ങളുണ്ട്. ഈവൻ പ്രമേഹം പോലും ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലണമെങ്കിൽ നമ്മൾ മത്സ്യങ്ങൾ കഴിച്ചാൽ മതി. നമ്മൾ സാൽമൺ പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ ഈ വൈറ്റമിൻ ഡി ധാരാളമുണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഈ വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് സാൽമൺ എന്ന ഫിഷിലാണ്. വൈറ്റമിൻ ഇയും നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. പിന്നെ ധാരാളം ധാതുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനം അത് കാൽസ്യമാണ്. കാൽസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു ധാതുവാണ്. കാൽസ്യം നമ്മുടെ ചെറു മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പം നിൽക്കുന്നത് സുലഭ ഹൈപ്പർ മാർക്കറ്റ് പൊൻകുന്നം എന്നുള്ള സ്ഥാപനത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ എൻ്റെ ഒരു ചെറിയ സംരംഭം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വൈക്കം ഫിഷറീസ് എന്നാണ് എൻ്റെ പേര്. നമ്മൾ പച്ചമീനിൻ്റെ ഫ്രഷായിട്ടുള്ള പച്ചമീൻ കൊടുക്കാനുള്ള ഇതിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇത് നമ്മുടെ സ്റ്റോറാണ്. നമ്മുടെ ഇന്നത്തെ ഫ്രഷ് ക്യാച്ചായ മീനുകളുമായിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഫ്രഷായിട്ട് മീൻ ഐസ് നിറച്ചിട്ട് നമ്മളന്ന് പിടിക്കുന്ന അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വന്നേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരു മീൻ പോലും നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് എടുത്ത മീനോ അല്ലെങ്കിൽ ഒരു ബോട്ടുകളിൽ നിന്നെടുത്ത മീനോ ഇല്ല. ബോട്ടുകളിൽ നിന്നെടുത്ത മീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3-4 ദിവസം ബോട്ടിൽ കിടന്ന് വരുന്നതായിരിക്കും. മാർക്കറ്റുകളിൽ നിന്ന് എടുക്കുന്ന മീനാണെങ്കിലും പഴക്കമുള്ളതായിരിക്കും. നമ്മുടെ എല്ലാം ഫ്രഷായിട്ട് വള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീൻ തന്നെ നമ്മൾ സോഴ്സ് ചെയ്തിരിക്കുകയാണ്. വള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ അപ്പോഴേ പാക്ക് ചെയ്ത് ഇതുപോലെ ഐസ് ബോക്സിനകത്ത് വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പാക്കിങ്ങിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നല്ലപോലെ ഐസ് ചെയ്ത് പാക്ക് ചെയ്തില്ലെങ്കിൽ മീനിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്.
പുള്ളിമോത എന്നുള്ള മീനാണ്. ഇതിന് പല പേരുകളുണ്ട്. പുള്ളിമോതയാണ്, ഫ്രഷ് ആയിട്ടുള്ള പുള്ളിമോതയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത്ര നല്ല ഫ്രഷ് മീൻ, വള്ളമീൻ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല. വലിയൊരു വറ്റയാണ് വറ്റ. ഇതും നല്ല ഫ്രഷാണ്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിയുകയാണെങ്കിൽ കണ്ടോ ഇതിൽ നമുക്ക് ചൂണ്ടയുടെ കാണാം, ചൂണ്ടയുടെ നൂലുകളൊക്കെ കാണാം. ചെമ്പല്ലിയാണ്, നല്ല ഫ്രഷ് ചെമ്പല്ലിയാണ്, ഇളമീൻ. ചൂണ്ടയൊക്കെ കാണാം നിങ്ങൾക്ക്. ക്വാളിറ്റിയൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കളർ കാണാം. വള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീനായിട്ട് നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി കാണണമെന്നില്ല, പക്ഷേ കുറച്ചേ കാണത്തുള്ളൂ. ചില മീനുകൾ ചില ദിവസം കാണത്തില്ല. ഉള്ളപ്പോൾ നമ്മൾ നല്ലത് മാത്രമേ എടുക്കത്തുള്ളൂ. ശീലാവാണ്, ശീലാവ്, അതും ചൂണ്ടമീനാണ്. ചൂണ്ടയൊക്കെ കാണാം അതിനകത്ത്. ഓലക്കുടി, ഇത് നമ്മളെ പാക്കിങ്ങിൻ്റെ സൗകര്യത്തിന് ബോക്സ് ചെറുതായതുകൊണ്ട് നമ്മളിത് മുറിച്ച് ആണ് പാക്ക് ചെയ്തേക്കുന്നത്. ഫ്രഷായിട്ടുള്ളതാണ്, മുറിച്ച് പാക്ക് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ബാക്കിയാണ് ഓലക്കുടി. അത് പിടിക്കുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, അതിൻ്റെ വാൽവശം തളർന്നൊന്നും പോകുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല മീനാണ്. കണ്ടോ, വിളമീൻ, ഫ്രഷായിട്ടുള്ള വിളമീനാണ്. ഒരു അടിപൊളി മോത വന്നിട്ടുണ്ട്. മോത നല്ല മോതയാണ്. കണ്ടോ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വാലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ തളരാതെ നിൽക്കുന്ന കണ്ടോ. ഇങ്ങനെ നിൽക്കണമെങ്കിൽ നല്ല ഫ്രഷ് മീനായിരിക്കണം. കാളാഞ്ചി, കുറുവിള എന്ന് പറയും രണ്ടിനും. ഇതും നല്ല മീനാണ്. വേറൊരു ചെമ്പല്ലി ഒന്നേക്കാണ്. ചെമ്പല്ലി നല്ല ചെമ്പല്ലിയാണ്. ചെമ്പല്ലിയുടെ കളറൊക്കെ ഈ മണ്ണ് കാരണം കാണത്തില്ലാത്തതാണ്. ചെമ്പല്ലി നല്ല ഫ്രഷാണ്. മോത നല്ല ഫ്രഷായിട്ടുള്ള മോതയാണ്. കണ്ടോ, മീൻ നിൽക്കണ്ടോ, വടി പോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മോത നല്ല മോതയാണ്. ഇതിൻ്റെയൊക്കെ പീസിന് അസാമാന്യ ടേസ്റ്റ് ആയിരിക്കും, കാരണം നല്ല ഫ്രഷ് സാധനമാണ്. സാധനങ്ങൾ കഴുകിയാണ് ഇത് ഞങ്ങളിന്ന് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് വിൽക്കാവുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ മാത്രം. ഇങ്ങനെ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കത്തില്ല, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് വെക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അകത്തോട്ട് കയറി കാണാം, ഇവിടെ ഫ്രീസർ എന്നുള്ള സാധനം നമുക്കില്ല, നമ്മുടെ കടയ്ക്കകത്തും ഇല്ല. ഐസ് ബോക്സുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാം, ഇതിനകത്തൊക്കെ ഉള്ളത് ഐസ് ബോക്സേ ഉള്ളൂ. ഇതും ഐസ് ബോക്സ് ആണ്. ഫ്രീസർ എന്നുള്ളൊരു സാധനം ഇവിടെ ഇല്ല. പിന്നെ ഇത് നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന ഏരിയയാണ്. ഇതെല്ലാം വളരെ ഹൈജീനിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രീസറില്ലെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം മിക്കവാറും കടകളിലൊക്കെ ഫ്രീസർ കാണും. ഫ്രീസർ വെച്ച് അതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മീനിൻ്റെ ടേസ്റ്റ് പോകും. പക്ഷേ ഒത്തിരി ദിവസങ്ങൾ നിൽക്കും. നമ്മളത് ഉദ്ദേശിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വിൽക്കുന്നു, തീർക്കുന്നു. കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമുള്ളവരിലൊക്കെ ഈ കാൽസ്യത്തിൻ്റെ കുറവ് ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് പലപ്പോഴും പ്രായമുള്ള പലരുടെയും എല്ലുകൾ പെട്ടെന്ന് ഒരു ചെറിയ പരുക്ക് പറ്റിയാൽ പോലും ഒടിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അയഡിനാണ്. അയഡിൻ മറ്റൊരു ധാതുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയഡിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും തൈറോയിഡിന് ഗോയിറ്റർ ഉണ്ടാകാറുണ്ട്. അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റർ എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ തൈറോയിഡിൻ്റെ മുഴകൾ ഉണ്ടാകാതിരിക്കുവാനും ഈ അയഡിനുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. കടൽ മത്സ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്കാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ ഈ മത്സ്യങ്ങളിനകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ കഴിക്കുമ്പോൾ പലരും പറയും വെജിറ്റബിൾ പ്രോട്ടീൻസാണ് നല്ലത് എന്ന് പറയും. പക്ഷേ ഈ ആനിമൽ പ്രോട്ടീൻസിനും ചിലതൊക്കെ ഏറ്റവും നല്ല പ്രോട്ടീനാണ്. അതിലൊന്നാണ് ഫിഷ്. അതിൻ്റെ പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീനാണ്, അതായത് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ അമിനോ ആസിഡുകളും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഏതാണ്ട് 20 അമിനോ ആസിഡുകളുണ്ട്. അതിൽ കുറച്ച് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമുക്ക് ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെത്തണം. അപ്പോൾ ഈ ആനിമൽ പ്രോട്ടീൻസ് എല്ലാം കംപ്ലീറ്റ് പ്രോട്ടീനാണ്, അതായത് എല്ലാ അമിനോ ആസിഡുകളും അതിനകത്തുണ്ട്. അപ്പോൾ ഫിഷിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിലും എല്ലാ അമിനോ ആസിഡുകളും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്, ഏറ്റവും നല്ല പ്രോട്ടീനാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ധാരാളമായിട്ട് ലഭിക്കണമെങ്കിൽ നമുക്ക് മത്സ്യങ്ങൾ കഴിച്ചാൽ മാത്രം മതി. പിന്നെ മത്സ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനം നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സ്ട്രോക്കിൽ നിന്നും സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയാഘാതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണമാണ് സ്ട്രോക്ക്. ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാൻ നമ്മൾ ദിവസവും മത്സ്യം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ
പലപ്പോഴും അത് ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയില്ല. പക്ഷേ അത് ശരിയായ ഒന്നാണ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡും മറ്റു വൈറ്റമിൻസും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ്. പോഷക വിദഗ്ധർ പറയുന്നത് മത്സ്യത്തെ ഏറ്റവും ഹാർട്ട് ഹെൽത്തി ഫുഡ് എന്നാണ്. അപ്പോൾ ഈ മത്സ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം, നമ്മൾ ഏറ്റവും ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കുക. അത് പഴകും തോറും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നഷ്ടപ്പെടും. അത് തന്നെയല്ല, മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും ചെറിയ മത്സ്യങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത്. ഉദാഹരണമായിട്ട് മത്തി, അയല, ചൂര, സാൽമൺ, നെത്തോലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവയ്ക്കാണ് ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതലുള്ളത്. നമ്മൾ വലിയ മാംസമുള്ള മത്സ്യം മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മത്സ്യങ്ങളെക്കാൾ നമ്മൾ ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കുകയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മത്സ്യങ്ങൾ മേടിക്കുമ്പോൾ നമ്മളത് കറി വെച്ച് തന്നെ ഉപയോഗിക്കുക. നമ്മളത് വറുക്കുകയാണെങ്കിൽ എണ്ണ നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടി വരും. എണ്ണ ചേർക്കുന്നത് പലപ്പോഴും അത് ഒരു പൂരിത കൊഴുപ്പാണ്. പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ, പാം ഓയിലൊക്കെ അതിനകത്തൊക്കെ പൂരിത കൊഴുപ്പ് കൂടുതലുണ്ട്. അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കോ ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന എണ്ണകളാണ്. അത് തന്നെയല്ല, ഒരു ദിവസം നമ്മൾക്ക് 1 ടീസ്പൂൺ എണ്ണ മാത്രം മതി. അപ്പോൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ, അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ അതേപടി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മത്സ്യങ്ങൾ വറക്കാതെ കറി വെച്ച് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മത്സ്യങ്ങളുടെ ആരോഗ്യപരമായ ഗുണങ്ങളെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അത് മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മത്സ്യങ്ങളിൽ മായം ചേർക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.